ഈ മനുഷ്യരായിട്ടുള്ളവരുടെ എല്ലാം വോട്ട് വേണം എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് താങ്കൾ പറഞ്ഞത് ആളുകൾ വലിയ തോതിൽ ശ്രദ്ധിച്ചതാണ്. അത് വർഗീയതയ്ക്കെതിരായ വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു സ്ഥാനാർത്ഥി അത് പറയുന്നുണ്ടല്ലോ, ഈ നാട്ടിൽ ഇങ്ങനെയും ഒരു നിലപാട് നമ്മൾക്ക് എടുക്കാൻ കഴിയുന്നു എന്നുള്ള വലിയ ആവേശമൊക്കെ ആളുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാവണം നിലമ്പൂരായിരുന്നു ഒരു വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു ക്യാമ്പയിനൊക്കെ വന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ അതിനോടൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഒരു അസ്വസ്ഥത പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങളിലുണ്ട്. വർഗീയതയ്ക്കെതിരായ വോട്ട് സമാഹരണത്തിൻ്റെ ഒരു പച്ചയായ അല്ലെങ്കിൽ തുറന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം മാറുകയാണ്. ഇതിൽ ഇപ്പോൾ നിലമ്പൂരിലായിരുന്നെങ്കിൽ വോട്ട് ചെയ്യുമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് പ്രമുഖരായ കവി സച്ചിദാനന്ദനാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മളെ വിമർശിക്കുന്ന ആളാണ്. പക്ഷേ ആ വിമർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ എപ്പോഴും വകവെച്ചിട്ടുണ്ട്. അത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിൽ അനിവാര്യവുമാണ്. LDFനെ ഗവൺമെൻറ്റിനെ വിമർശിച്ചതിൻ്റെ പേരിൽ കവി സച്ചിദാനന്ദനെ ആരും ആക്ഷേപിക്കുകയുമില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ ആദരവോടെ കാണുന്നവരാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ ഞങ്ങളുടെയൊക്കെ ചിന്തകളിൽ അഗ്നിപടർത്തിയ വരികൾ എഴുതിയ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞങ്ങൾ ക്യാമ്പസിൽ എത്രയോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ, അതാണ് അദ്ദേഹവുമായി എനിക്ക് വ്യക്തിബന്ധമുണ്ട്. എനിക്ക് മാത്രമല്ല മറ്റേ UDF സ്ഥാനാർത്ഥിക്കും ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നിലപാടിനെ ചൊല്ലിയാണ് അദ്ദേഹം ആ അഭിപ്രായം നടത്തിയത്. അത് വലിയ ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ പറഞ്ഞു. ഒരു മണ്ഡലത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും ഒരുപോലെ പരിചിതരാകുമ്പോൾ, ഇപ്പോൾ അരിയാടൻ ഷൗക്കത്ത് ദില്ലിയിൽ വന്നതും കണ്ടതും ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നിലമ്പൂർ വോട്ടുണ്ടായിരുന്നെങ്കിൽ അത് സ്വരാജിന് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന നിലയിൽ സച്ചിമാഷ് പറഞ്ഞത്, താങ്കൾ പറഞ്ഞ പോസ്റ്റ് അങ്ങനെ, അത് വളരെ നേരത്തെ അദ്ദേഹം എഴുതിയതുമാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു. അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ തുടർന്ന് പല കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമാനമായ അഭിപ്രായ പ്രകടനം നടത്തി. അതെല്ലാം തീർച്ചയായും നമ്മൾ സ്വീകരിക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായി ഞാൻ കാണുന്നു. പക്ഷെ അതിൽ എനിക്ക് കൗതുകരമായി തോന്നിയത് അതിൽ ചില അസ്വസ്ഥതകൾ വരുന്നു. അങ്ങനെ പറഞ്ഞവരെ ആക്ഷേപിക്കുന്നു. പ്രശസ്തയായ എഴുത്തുകാരി ഹരിത സാവിത്രിക്ക് വീണ്ടും വിശദീകരിക്കേണ്ടി വന്നു. അവർ വലിയ ആക്രമണത്തെ നേരിട്ടു, സൈബർ ആക്രമണത്തെ. അവർക്ക് അടിയുറച്ചൊരു രാഷ്ട്രീയമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് അവരുടെ ജീവിത പങ്കാളി ആയതുകൊണ്ട് മാത്രമല്ല, അവർക്ക് അടിയുറച്ച രാഷ്ട്രീയ നിലപാടുകളും സ്വതന്ത്രമായ ചിന്തയും ഉള്ള ഒരാളാണ്. അവരെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത വിളിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ചില സാംസ്കാരിക രംഗത്ത് തന്നെ ഉള്ളവർ അതിൽ അസ്വസ്ഥരായി. ഈ നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിൽ വല്ലാത്ത അസ്വസ്ഥത എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ന്യായാധിപന്മാരെ പോലെ മാറി നിൽക്കണം എന്ന ചിന്ത. ഇവരെ എന്തിനു അസ്വസ്ഥപ്പെടുത്തണം? ഇപ്പോൾ കേരളത്തിലെ ഒരു ചലച്ചിത്ര നടൻ UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തു, അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടതാണ്, അത്രയേ ഉള്ളൂ. ഇതും അങ്ങനെ കാണേണ്ടതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ചില ആളുകൾ വല്ലാതെ അസ്വസ്ഥരാവുകയും അവർ സ്വസ്ഥത നഷ്ടപ്പെട്ട് വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അത് നിർഭാഗ്യകരമെന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനാവില്ല.